ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അരിപ്പൊടി വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പത്തിരിപ്പൊടി ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ തന്നെ നമ്മുടെ ഈ ഒരു പൊടി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തിക്കായിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന ആ ഒരു രീതിയിൽ എത്തിക്കഴിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അതുപോലെ ഒന്ന് തിളച്ച് ഒരു വറ്റി വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു ക്രീമി സ്ട്രക്ചറിലാണ് കേട്ടോ ഇതുള്ളത്. ഇനി ഇത് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വറ്റി കിട്ടണം. അപ്പോൾ അത് നമ്മുടെ കടായിൽ നിന്ന് ഫുള്ളായിട്ട് വിട്ട് വരുന്ന ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 8 or 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയും 1 ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തൊടാനാവുന്ന ഒരു ചൂടെത്തി കഴിഞ്ഞാലാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നും ചെറിയ ചെറിയ പോർഷൻസ് ആക്കി എടുത്ത് നമുക്കിതാ ഇതുപോലെ കുറച്ചൊരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതിനെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും പോകരുത് കേട്ടോ. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഉൾഭാഗം കുക്കായി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ അപ്പവും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതാ എല്ലാതും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 or 3 പ്രാവശ്യം എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്ര തന്നെ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓയിൽ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ തന്നെ എല്ലാ സൈഡും നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ തന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതും സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ചൂടോട് കൂടെ തന്നെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ നെയ്പ്പാത്തലൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതാ ഉൾഭാഗം സോഫ്റ്റും പുറംഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ലെവലിലാണ് കേട്ടോ നമുക്കിപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.